അപ്പൊ വിശുദ്ധ ഖുർആൻ പ്രവാചകനെ പോലും വിളിച്ചു പറയുന്ന എന്താ? വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. വ്യക്തമായ എത്തിച്ചു കൊടുക്കലല്ലാതെ അധികാരം ചെലുത്തുക എന്നത് നമ്മുടെ സ്വഭാവമല്ല. എന്തൊരു ബേജാറാണ് ചില സംഘടനകൾക്ക് ദുനിയാവില്. ഒരു മുജാഹിദിന്റെ പ്രസംഗം നടക്കുമ്പോഴേക്ക് 100 കൊല്ലം പരിചയമുള്ള പഴക്കമുള്ള ഒരു പ്രസ്ഥാനം വേരോടെ അങ്ങ് ഒലിച്ചു പോകുമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുള്ളതാണ്. ഒന്നും നിങ്ങളുടെ കൈവശമില്ല എന്നതാണ്. നിങ്ങൾ 50 കോടി മനുഷ്യർ നിങ്ങൾ ഒന്നിച്ച് പ്രസംഗിച്ചാലും മുജാഹിദിലെ ഒരു എളിയ കുട്ടിക്ക് പോലും ഒരു ബേജാറില്ല. ആ കുട്ടി കയറി 2 മണിക്കൂർ പ്രസംഗിച്ചാൽ മതി, ആ 100 കോടിന്റെ പ്രസംഗ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന പോലെ ഒലിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരൊക്കെ കാടളക്കി നോക്കി, ആരൊക്കെ വെറുപ്പിച്ചു നോക്കി, ഞങ്ങൾക്ക് എന്താ പ്രശ്നമില്ലാത്തത്? ഈ ഒരു പരാമർശം ഖുർആനിന്റെ വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ, ആരുടെ ഹൃദയത്തെയാ ഹിദായത്ത് ഹൃദയത്തിനിട്ടുണ്ടേ അല്ലേ? അത് ആര് കൊടുക്കേണ്ടതാ? അത് അള്ളാഹു കൊടുക്കേണ്ടതാണ്. പടച്ച തമ്പുരാൻ കൊടുക്കേണ്ട ഒരു കാര്യത്തിൽ പടപ്പുകൾക്ക് ഇടപെടാൻ വകുപ്പുണ്ടോ? നമുക്ക് ഇടപെടാൻ വകുപ്പുണ്ടോ? അള്ള കൊടുക്കേണ്ട ഹിദായത്ത് ഒരു സുന്നി പണ്ഡിതൻ വിചാരിച്ചാൽ കിട്ടുവോ? ഒരു മുജാഹിദ് പണ്ഡിതൻ വിചാരിച്ചാൽ കിട്ടുവോ? ലോകത്ത് റസൂൽ വിചാരിച്ചിട്ട് കിട്ടിയോ? ഇല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിചാരിച്ചിട്ട് കിട്ടിയോ? നൂഹ് അലൈഹി ഇസ്ലാം വിചാരിച്ചിട്ട് കിട്ടിയോ? ഇല്ല. ഏതെങ്കിലും പ്രവാചകന്മാർ വിചാരിച്ചാൽ കിട്ടുവോ? ഇല്ല. അള്ള കൊടുക്കണം അല്ലേ? അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുണ്ട്, ആരും ആരെയും നിർബന്ധിക്കണ്ട ഒരു കാര്യത്തിലും. കാര്യങ്ങൾ ഇതാ ഇന്നതാണ് കേട്ടോ. അമ്മായി, എളേമാ, ഇതാ നിങ്ങൾ ആ പറയുന്നത് ശരിയല്ല കേട്ടോ. എളാപ്പാ, ബഷീറെ, മുഹമ്മദേ, ഉസ്താദേ, സക്കാഫി, മദനി, ആ പറയുന്നത് ശരിയല്ല കേട്ടോ. ദാറ്റ്സ് ഓൾ. ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ള കാതലായ ഒരു ചിന്ത. അപ്പൊ ആരും ആരെയും നിർബന്ധിക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ അങ്ങനെ നീ അവരെ മുഅ്മിനാകാൻ നിർബന്ധിക്കുകയോ? അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അള്ളാഹുവിന്റെ ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പ്രവാചകൻ അങ്ങേയറ്റം മരിച്ചാലോ എന്നുള്ള വിധത്തിലുള്ള തോന്നലുണ്ടായി കേട്ടോ. ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. പ്രവാചക, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ, ആ കൗമ വിശ്വസിക്കാത്ത, ഇങ്ങനെയൊക്കെ ഖുർആൻ ഉദ്ധരിച്ചിട്ട് കൃത്യമായ തെളിവുകൾ ഉദ്ധരിച്ച് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്, പ്രവാചക, അള്ളാഹുവിന്റെ റസൂലേ, അവർക്ക് എന്നിട്ടും അവരെ വിശ്വസിക്കണില്ലേ? അങ്ങ് ബേജാറാവണ്ട, അങ്ങയുടെ ഡ്യൂട്ടി എത്തിക്കലാണ്. അത് എത്തിച്ചു കൊടുത്താൽ മതി. ആ കാര്യത്തിൽ അങ്ങ് വീഴ്ച വരുത്തരുത്. അത് ഖുർആൻ പറഞ്ഞു. വമാ ബല്ലഅത റിസാലത, അങ്ങനെ താങ്കൾ അത് എത്തിച്ചു. ഫഇല്ലം തഫ്അൽ, അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, 5-ാം അധ്യായം 67-ാമത്തെ വാക്കാണ്, വചനമാണ്, സൂറത്ത് മാഇദ. ഞാൻ താങ്കളിലേക്ക് ഇറക്കി തന്നിട്ടുള്ള ആദർശത്തെ, ദൈവപ്രോക്ത ഗ്രന്ഥത്തെ മാനവരാശിക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങ് കുറ്റക്കാരനാണ്. അങ്ങ് റിസാലത്ത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് വല്ലാഹു യഹ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അല്ലാഹു താങ്കളെ പ്രൊട്ടക്ട് ചെയ്യും. ജനങ്ങളെ പേടിച്ചിട്ട് പറയാണ്ടിരിക്കണ്ട. മുജാഹിദ് പ്രസ്ഥാനം റസൂലിനെ സംരക്ഷിച്ച അതേ റബ്ബ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലെ? ഹയ്യുൽ ഖയ്യൂമാണ്, മരിക്കാത്ത നാഥനാണ് നമ്മുടെ നാഥൻ. ക്ഷീണമില്ലാത്ത നാഥനാണ് നമ്മുടെ നാഥൻ. മറവില്ലാത്ത നാഥനാണ് നമ്മുടെ നാഥൻ. ആ നാഥന്റെ മുമ്പിലാണ് സഹോദരങ്ങളെ നമ്മളെ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഇസ്ലാഹി പ്രബോധക സംഘങ്ങളോട് ഒരു കാര്യത്തിലും അക്ഷമ കാണിക്കാൻ പാടില്ല. നിങ്ങൾ ഒരു കാര്യത്തിലും, ഇത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലേറ്റസ്റ്റ് പുസ്തകമാണ്. 2007 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചാണ്. ഞാൻ പലയിടങ്ങളിൽ ഇത് കാണിക്കാറുണ്ട്. കാന്തപുരം ഉസ്താദ് ഇത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്, അതിന്റെ സമാഹാരമാണ്. ഈ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് ആശ്ചര്യമായി തോന്നി. ഞാൻ ആ കാര്യം ആദ്യമായി സുന്നികൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നതിന് വേണ്ടി പങ്കുവെക്കുകയാണ്. ഇതിലൊരു ചാപ്റ്റർ ഉണ്ട്, അതായത് തീവ്രവാദത്തെക്കുറിച്ച്, അതുപോലെ ലോക സമാധാനത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇതിൽ എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൽ ഒരു പ്രസക്തമായ ലോകത്തിന് വേണ്ടത് സമാധാനം, ലോകത്തിന് വേണ്ടത് സമാധാനം, മലയാള മനോരമയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ്. ഈ ലേഖനം തുടക്കത്തിൽ വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ചില രോഗികൾക്ക് ഒരു സമാധാനം ഉണ്ടാകാൻ വേണ്ടിയാണ്. ലോകശാന്തിക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള സമാധാനം നിലനിർത്താൻ മറ്റാരേക്കാളും മതനേതൃത്വത്തിനാണ്. നോക്ക്, അദ്ദേഹം തുടങ്ങുന്നത് എങ്ങനെ? ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ മറ്റാരേക്കാളും മതനേതൃത്വത്തിനാണ് ആവുന്നത്. ഇത് സമ്മതിച്ചല്ലോ. മതനേതാക്കന്മാർ കലാപുണ്ടാക്കാൻ പറയല്ല, കൂക്കിക്കോളി, ബേളുണ്ടായിക്കോളി, ക്യാമറ പിടിച്ചോളി, മൈക്ക് തല്ലി പൊളിച്ചോളി എന്ന് പറയേണ്ടവരല്ല ആര്? നേതാക്കന്മാർ. ഇത് അദ്ദേഹം ആദ്യം
എടുത്തു കൊടുക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ അനുയായികൾക്ക്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോ സദസ്സിലും നടക്കുന്ന ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് സംഭവങ്ങൾ, 1.5 ലക്ഷം രൂപ 75,000 രൂപന്റെ ഒക്കെ ക്യാമറ മോഷ്ടിച്ചു കൊണ്ടുപോയ ആര് താടിയും തലപ്പാവുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ട് അത്ഭുതമാണ്. കേസ് കോടതിയിൽ 2-3 ഈ ആഴ്ചക്കുള്ളിൽ വന്നിരിക്കുകയാണ്. ഞാനിത് പറയണത് എന്തിനറിയോ? ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിർത്താൻ മറ്റാരേക്കാളും മതനേതൃത്വത്തിനാണ് ആവുക. മതനേതൃത്വം ഈ കാര്യം മനസ്സിലാക്കണം. കേരളത്തിന്റെ ശാന്തിപൂർണമായ ജീവിതത്തിന് ഒരു കാലത്തും ഒരു സൂചിപ്പൊട്ട് ഭംഗം വീഴ്ത്തിയിട്ടില്ലാത്ത ഏക മനുഷ്യ സമൂഹം ഉൾക്കൊള്ളുന്ന സംഘടന ഏതറിയ നിങ്ങൾക്ക്? കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ പ്രസ്ഥാനം. ഒരു സൂചിപ്പൊട്ട് പ്രശ്നം ആ പ്രസ്ഥാനത്ത് നിന്നുണ്ടായിട്ടില്ല. പല സംഭവങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ വിശദീകരിക്കാം. ഭരണകർത്താക്കൾ അധികാരത്തിലേക്കും ധനാഢ്യ സമ്പത്തിലേക്കുമാണ് കാര്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നത്. അവരൊക്കെ എന്ത് ചെയ്യണം? ലോക സമാധാനത്തിന് വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് ഈ ലേഖനം അവസാനിക്കുന്ന എങ്ങനെ അറിയും? അത് ശരിക്ക്, അതായത് 1000 വട്ടം എഴുതി എല്ലാം, അതായത് ഇദ്ദേഹത്തിന്റെ അനുയായികൾ 1000 വട്ടം എഴുതി കഴുത്തിൽ കെട്ടി തൂക്കണം. എന്തുകൊണ്ട്? അവർക്ക് മനസ്സിലാവും ഞാനത് വായിച്ച. കേട്ടോളെ, നാം പ്രകോപിതരാവുന്നു എന്ന് പറഞ്ഞാൽ, കാന്തപുരം ഉസ്താദിന്റെ വാക്കാട്ടോ, നാം പ്രകോപിതരാകുന്നു എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുന്നു എന്നാണ് അർത്ഥം. അപ്പൊ മുജാഹിദുകളുടെ പ്രസംഗം നടക്കുമ്പോൾ സുന്നികൾ കോപാകുലരായി അത് കൊളാക്കുന്നു എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. ഈ പരാജയം മുജാഹിദുകൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ലോകത്തെല്ലാ വകുപ്പിലുള്ള ആളുകൾ ഇവിടെ പ്രസംഗിച്ചു. ഇന്ന് വരെ മുജാഹിദ് പ്രസ്ഥാനം ഒരു സ്ഥലത്തും പ്രകോപിച്ചിട്ടില്ല, ഒരു സ്റ്റേജും കയ്യേറിയിട്ടില്ല, ഒരു സ്റ്റേജിലും ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഈ ക്രെഡിറ്റ് ആർക്ക്? എനിക്ക് കേട്ടോളിട്ടോ, അടുത്ത വാചകം, പ്രകോപിതരാവാതിരിക്കുക എന്ന കലയിലാണ് നാം മത്സരിച്ച് മികവ് തെളിയിക്കേണ്ടത്. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ എല്ലാ സഖാഫിമാരെയും വിളിച്ചിട്ട് ഒരു 100 വട്ടം വാചകം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കണം. ഒരു 100 വട്ടം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. ഈ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം എല്ലാവർക്കും വേണ്ടി. ഞാനിത് അനുസരിക്കുന്ന ഒരാളാണ്. കാന്തപുരം ഉസ്താദ് പറഞ്ഞ അനുസരിക്കാൻ തയ്യാറാണ്. ഞാൻ അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രസ്ഥാനം എന്നോ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. വാചകം ഒന്നുകൂടെ വായിക്കാം. നാം പ്രകോപിതരാവുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക എന്നാണ് അർത്ഥം. പരാജയപ്പെട്ടു എന്ന് തോന്നുമ്പോ പ്രകോപിതരായല്ലേ. ഇത് മനസ്സിലാക്കി തരാൻ ഇത് മലയാള മനോരമയിൽ എഴുതിയ, പക്ഷെ ഇത് എഴുതേണ്ടത് റിസാലയിലാണ്, ഇത് എഴുതേണ്ടത് പൂങ്കാവനത്തിലാണ്, ഇത് എഴുതേണ്ടത് സിറാജ് ദിനപത്രത്തിലാണ്. ഇപ്പോൾ എഴുതേണ്ടത് മലയാള മനോരമയിലല്ല. ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പ്രകോപിതരാവാതിരിക്കുക എന്ന കലയിലാണ് നാം മത്സരിച്ച് മികവ് തെളിയിക്കേണ്ടത്. ആ മത്സരിച്ച് മികവ് തെളിയിച്ച ലോകത്തിലെ ഏക മനുഷ്യ പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ, കേരള നദുവത്തുൽ മുജാഹിദീൻ. ഇന്ന് വരെ പ്രകോപിതരാകാത്തൊരു പ്രസ്ഥാനം, ഒരു വിഷയത്തിലും പ്രകോപിതരായിട്ടില്ലാത്തൊരു പ്രസ്ഥാനം, പക്വതയോടുകൂടി നേരിട്ടൊരു പ്രസ്ഥാനം. ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടുകാരായ സത്യത്തെ അല്പമെങ്കിലും നെഞ്ചോട് നെഞ്ചു ചേർത്ത് പിടിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, മുളയങ്കാവിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഞാൻ ഒരു പ്രസംഗം നടത്തിയിരുന്നു ഇവിടെ. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ പ്രസംഗം ഇവിടെ സ്ക്രീനിൽ കൊണ്ടുവന്നിടുക, എന്നിട്ട് ആ പ്രസംഗം അവസാനിക്കും ഇവിടെ വന്ന് എനിക്ക് മറുപടി എന്ന വ്യാജേനെ. സത്യത്തിൽ സെക്സോളജി എന്നൊരു വകുപ്പ് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. അത് ഞാൻ ഇവിടെ ഇറങ്ങിയ നോട്ടീസ് അടക്കം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് തോന്നിയാസം പറയലാണ് പുണ്യത്തിന് നിദാനം. അത് പച്ചത്തെറി, വെറും ലൈംഗികത മാത്രം പറയാം. അത്ഭുതമാണ്. ഞാൻ ആ കേസറ്റ് കേട്ടിട്ട് അതിന്റെ ക്ലിപ്പിംഗ് പോലും ഇടാത്ത എന്തറിയോ? എനിക്ക് ലജ്ജയുണ്ട് ആ ക്ലിപ്പിംഗ് ഇടാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൊസൈറ്റി കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് ഇന്ദ്രിയുണ്ടോ? മുജാഹിദുകളോടുള്ള ചോദ്യം. മനുഷ്യന്മാരെ, ഇത് പറയുന്നത് സാധാരണക്കാരല്ല. കേരളത്തിലെ സുന്നി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 3 സക്കാഫിമാരാ. ആ 3 സക്കാഫിമാരിൽ ഏറ്റവും തന്ത്രശാലിയായ ഒരു സക്കാഫി എന്റെ പിന്നാലടക്കല മൂപ്പരെ പണി. സന്തോഷമായി എനിക്ക്. അതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ മൂപ്പര് മനസ്സിലാക്കണം. കുറച്ച് കാര്യങ്ങൾ അത് മുമ്പ് അദ്ദേഹത്തിന്റെ കെട്ടുപ്പ് കേട്ട അങ്ങക്കറിയാം. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നിട്ട് ചോദിക്കുന്നത് സൊസൈറ്റി കൊടുക്കാൻ മാത്രം ഇന്ദ്രിയുണ്ടോ? സുനാമിയുടെ ശബ്ദത്തിൽ നിങ്ങളുടെ കീവായു പടപടപടോ ഒന്നും പൊട്ടാറുണ്ടോ? ഇതൊക്കെയാണ് ഒരു പ്രസംഗത്തിലെ ആകത്തുക. ഞാനത് കേട്ടിട്ട് കുറെ സമയം എന്റെ ഭാര്യയും മക്കളിൽ അത് റൂമിൽ വാതിലടിച്ച് കേട്ട്. കാരണം അവരൊന്നും ജീവിതത്തിൽ അങ്ങനത്തെ ജാതി കേട്ട് ഞങ്ങൾ അങ്ങനെ കളിപ്പിച്ച് വളർത്തുന്നവരല്ല. ഞങ്ങൾക്ക് പരിചയമില്ല. അതിന് കോഴ്സും കൊടുക്കുക.